എബി, അതുപോലെ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM-ന്റെ കൗൺസിലർമാരും ഇന്ന് ED ഓഫീസിൽ എത്തിയിട്ടുണ്ടല്ലോ. അനൂപ് ഡേവിസ് കാടയും മധു അമ്പലപുരവുമാണ് എത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവർ രണ്ടുപേരും CPM-ന്റെ സംസ്ഥാന തലത്തിലെ പ്രമുഖരായ നേതാക്കളുടെ ബിനാമികളെന്ന് ആരോപണം നേരിടുന്നവരാണ്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇവരെ ചോദ്യം ചെയ്തത്? നേരത്തെയും അനൂപ് ഡേവിസ് കാടയെയും മധു അമ്പലപുരത്തെയും ഒക്കെ പലതവണ ED വിളിപ്പിച്ചതാണ്. ഇപ്പോൾ വീണ്ടും വിളിപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യം. കഴിഞ്ഞ തവണയും ഇവരെ തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചിരുന്നു. അന്നും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. ഏതാണ്ട് ആദ്യ തവണത്തെ കുറ്റപത്രം സമർപ്പിച്ച് അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ രണ്ടാം ഘട്ട അന്വേഷണമാണ് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി, ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈ രണ്ടാം ഘട്ട അന്വേഷണത്തിലേക്ക് വരുമ്പോൾ ഉന്നതരായിട്ടുള്ള CPM നേതാക്കളിലേക്ക് അന്വേഷണം എത്തുക, അല്ലെങ്കിൽ ഉന്നതരായിട്ടുള്ള CPM നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക തുടങ്ങിയ നടപടികളാണ് EDയുടെ ഭാഗത്തു നിന്നും ആലോചിക്കുന്നത്. അതിനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ ചോദ്യം ചെയ്യലിൽ വിളിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനുമാകില്ല. അതിലേക്കാണ് കാര്യങ്ങൾ ED എത്തിക്കുന്നതും. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ അനൂപിനെയും മധുവിനെയും ഒക്കെ വിളിച്ച് വരുത്തി വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും അനൂപും മധുവും EDയുടെ മുന്നിൽ ഹാജരായിരുന്നു. ഇന്നിപ്പോൾ അനൂപ്, മധു, ഒപ്പം തന്നെ സുനിൽകുമാർ, ജ്വല്ലറി ഉടമയായിട്ടുള്ള സുനിൽകുമാറും ഇന്ന് ഇവിടെ ഹാജരായിട്ടുണ്ട്. 3 പേരാണ് ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് EDയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവരെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു. 10 മണിയോടുകൂടി തന്നെ ഇവരും ED ഓഫീസിൽ എത്തിയിരുന്നു. ലിബീഷ്. ശരി എബി.